ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഹെമ്മിങ് ചെയ്യാൻ മടിയുള്ളവർക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 മെത്തേഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ടോപ്പ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളെല്ലാതും കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ ലൈനിങ് ആദ്യം തയ്ച്ച് പിടിപ്പിച്ചിട്ടല്ല നെക്ക് പിടിപ്പിക്കാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒപ്പാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പിന്നൂത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കണം. ഈ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒന്ന് പിന്നൂത്തി വെക്കണം, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം വരാണ്ടിരിക്കാൻ. ഇത് പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. പിന്നെ കുത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് കൊടുക്കുക. ലൈനിങ് ഇതിൽ തയ്ച്ച് പിടിപ്പിക്കരുത്. ഇപ്പോൾ ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചിട്ട് തന്നെ നെക്ക് തയ്ച്ചെടുക്കുക. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, പിന്നൊക്കെ കുത്തിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നെക്കൊന്ന് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം തയ്ച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക. ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിച്ച് ആയത്തിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ബോർഡറൊക്കെ ഉള്ള നെക്കാവുമ്പോൾ 2 ഭാഗവും ഒരേപോലെയല്ലേ വന്നിട്ടുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നെക്ക് തയ്ച്ച് കൊടുക്കാൻ. ആദ്യം നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടോപ്പിൻ്റെ നല്ല പുറത്ത് നെക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസിലാണ് ഞാൻ നെക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ നെക്ക് പിൻ ചെയ്ത് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. എപ്പോഴും നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ ആയത്തിൽ വേണം തയ്ച്ചെടുക്കാൻ. ബാക്കിയുള്ള ഭാഗമൊക്കെ സ്പീഡിൽ തയ്ച്ചാലും നെക്ക് എപ്പോഴും സ്ലോവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൗണ്ട് നെക്ക് ആകുമ്പോൾ നമുക്കിങ്ങനെ വളച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതാ നെക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട്. ഞാൻ നെക്ക് പതിച്ചടിക്കുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മളിവിടെ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഇതാ 2 സൈഡും ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നല്ല തുണി ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് ഇത് വെച്ചിട്ട് ഈ ലൈനിങ് തുണിയിൽ നമ്മൾ തയ്ച്ചിട്ടുള്ള നെക്ക് അടിച്ചു പിടിപ്പിക്കുക. ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമ്മൾ ആം ഹോളുമ്പോൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല തുണി ഇപ്പുറത്തെ സൈഡിലേക്കും ലൈനിങ് തുണി ഇപ്പുറത്തെ സൈഡിലേക്കും വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് ശരിക്ക് വെച്ചിട്ട് കറക്റ്റ് ഏതൊരു ഷേപ്പിലാണോ വന്നിട്ടുള്ളത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് തയ്ച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ അങ്ങനെ തയ്ച്ച് പോവുക. എപ്പോഴും ശ്രദ്ധിക്കണം, 2 സൈഡിലേക്കും തുണി ശരിക്കും ആക്കി കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇതാ കണ്ട, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ 1-2 വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നൂലെല്ലാം ഇങ്ങനെ ഇളകിപ്പോരുന്ന പോലെ തോന്നും. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഷോൾഡർ കൂട്ടിയിട്ട് സ്ലീവ് പിടിപ്പിച്ച് അങ്ങനെ തയ്ച്ചെടുക്കുക വേണ്ടുള്ളൂ. നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും ആദ്യം തന്നെ ലൈനിങ് തയ്ച്ച് പിടിപ്പിക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇനി അടുത്ത മോഡൽ എങ്ങനെയെന്ന് നോക്കാം. അടുത്തത് ഈ ഒരു ടോപ്പാണ്. അതിനിതാ ഈ ഒരു മോഡൽ നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു തുണിയാണെങ്കിലാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുപോകുമ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാവരും കണ്ടുപോയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് പോണേക്കാട്ടും മുന്നേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ 3 ഇഞ്ചാണ് എടുക്കാറ്. ഒരു സൈഡിലേക്ക് 3 ഇഞ്ച്. ആദ്യം ലൈനിങ്ങിൻ്റെ റോങ് സൈഡിൽ നെക്ക് അയൺ ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. മിതമായ ചൂടിലിട്ടിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല തുണിയിലും നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് തുണി നല്ല പുറത്ത് വെച്ചിട്ട് ഇതുപോലെ പിൻകുത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഹോൾ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ ഒരുപാട് നെക്ക് ഡിസൈൻസും നൈറ്റി നെക്ക് ഡിസൈൻസും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക. ഇപ്പോൾ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലൂടെ തയ്ച്ച് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത മാതിരി ഷോൾഡർ മുതൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തയ്ച്ച് കൊടുക്കുക. ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ തയ്ക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതാ നെക്കൊക്കെ കട്ട് ചെയ്ത് നോച്ചസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അതാ നെക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടതാ ഇപ്പുറത്തെ സൈഡും നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതല്ല നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ രണ്ടും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് സ്ലീവൊക്കെ പിടിപ്പിച്ച് കൊടുക്കുക വേണ്ടുള്ളൂ. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.